നടക്കുന്നു. 2003 ജിദ്ദയിലെ IDCയും SYSഉം തമ്മിൽ തുടർന്നു വരുന്ന ഭിന്നതയ്ക്ക് ശക്തി കൂടാൻ പ്രമുഖരുടെ ത്വരീഖത്ത് പ്രവേശനം കാരണമായിത്തീരുന്നു. വിവരം നാട്ടിലറിയിക്കുന്നു. 2004 ജനുവരി ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവുമായോ കക്കാട് മുഹമ്മദ് ഫൈസിയുമായോ യാതൊരുവിധ ചർച്ചയും വിശദീകരണം തേടലും നടത്താതെ ത്വരീഖത്തിനെതിരെ സംഘടനയിലെ ചില സംസ്ഥാന നേതാക്കൾ എതിർപ്പുകൾക്ക് തുടക്കം കുറിക്കുന്നു. 2004 മാർച്ച് സംഘടനാ നേതാക്കളുടെ അറിവോടെ മർക്കസിൽ നിന്നും 2 ആഴ്ചത്തെ ലീവെടുത്ത് ഈജിപ്തിലേക്ക് 3-ാം വട്ടവും യാത്ര നടത്തുന്നു. സംഘത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 20ഓളം ദസൂഖികൾ ഷെയ്ഖിനെ സന്ദർശിക്കുന്നു. ജിദ്ദയിൽ നിന്നും കുടുംബസമേതം വന്ന ദസൂഖികളായ 2 പണ്ഡിതർ സംഘത്തിൽ ചേരുന്നു. 2004 ഏപ്രിൽ ജൂൺ ജിദ്ദയിൽ SYS കമ്മിറ്റിയിലൂടെ ത്വരീഖത്ത് വിരോധം പുറത്തുവരുന്നു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്വന്തം പേരിൽ എഴുതി അയച്ച ത്വരീഖത്തിനെ എതിർക്കുന്ന കത്ത് ജിദ്ദയിൽ പ്രശ്നം രൂക്ഷമാക്കുന്നു. 2004 ഏപ്രിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തെ നയിച്ച് 3-ാം വട്ട ഈജിപ്ത് യാത്ര കഴിഞ്ഞു വന്ന ശേഷവും കക്കാട് മുഹമ്മദ് ഫൈസി സംഘടനാ സ്ഥാനങ്ങളിൽ മാറ്റമില്ലാതെ തുടരുന്നു. മർഹൂം ഡോക്ടർ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി, കാന്തപുരം, ഖലീൽ തങ്ങൾ മുതലായവർ നയിച്ച മഅ്ദിൻ സ്വലാത്ത് നഗറിൽ കക്കാട് മുഹമ്മദ് ഫൈസി പ്രഭാഷണം നടത്തുന്നു. 2004 ഏപ്രിൽ SYS 40-ാം സംസ്ഥാന സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിച്ച കക്കാട് മുഹമ്മദ് ഫൈസി പ്രഭാഷണം നടത്തുന്നു. 2004 ഏപ്രിൽ മോഴിക്കൽ മദീനത്തുൽ കിറാമിൽ SYS സമ്മേളന തലേന്നും പരസ്യമായി ഹലറയും ത്വരീഖത്തുൽ സദസ്സും ചേരുന്നു. 2004 മെയ് ഒരു വിശദീകരണം പോലും ചോദിക്കാതെ ചില പണ്ഡിതർ നടത്തുന്ന എതിർപ്പുകളെക്കുറിച്ച് കാന്തപുരത്തിന്റെ വീട്ടിൽ ചെന്ന് കക്കാട് മുഹമ്മദ് ഫൈസി സങ്കടം പറയുന്നു. അദ്ദേഹം താജുൽ ഉലമ ഉള്ളാൽ തങ്ങളെ ടെലിഫോണിൽ വിഷയം ധരിപ്പിക്കുന്നു. തുടർന്ന് പ്രൊഫസർ അബ്ദുൽ ഹമീദ് സാഹിബും ഒന്നിച്ച് കക്കാട് മുഹമ്മദ് ഫൈസി വന്യരായ താജുൽ ഉലമയെ വീട്ടിൽ ചെന്ന് കണ്ട് ത്വരീഖത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നു. 2004 മെയ് എതിർപ്പിന്റെ ഒരു സൂചനാവാക്ക് പോലും താജുൽ ഉലമ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ബഗ്ദാദിൽ ചെന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരമകനായ ഷെയ്ഖിൽ നിന്ന് താനും ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർക്ക് താടിയും തലപ്പാവുമൊന്നുമില്ല, കണ്ടാൽ മുസ്ലിമാണെന്ന് പോലും തോന്നില്ല, പാന്റും കോട്ടുമിട്ട് ടൈ ധരിച്ച വേഷമാണ് എന്ന് പറയുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കു ശേഷം എന്തോ ചിലത് സംഭവിച്ചു. പിന്നീട് താജുൽ ഉലമ കാണാൻ ഇടവന്നപ്പോൾ അവിടുന്ന് ത്വരീഖത്തിനെയും ഷെയ്ഖിനെയും തന്നെയും നിശിതമായി വിമർശിക്കുകയാണുണ്ടായത്. 2004 ജൂൺ കാന്തപുരം ഉൾപ്പെടെ 12ഓളം പണ്ഡിതന്മാർ മർക്കസ് കോംപ്ലക്സിൽ കക്കാട് മുഹമ്മദ് ഫൈസിയെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നു. ത്വരീഖത്ത് പ്രചരിപ്പിക്കലും സംഘടനാ ബന്ധവും രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല, ത്വരീഖത്ത് പ്രചരണം നിർത്തിവെക്കണം എന്നാവശ്യപ്പെടുന്നു. സത്യവാനെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു ഷെയ്ഖിന്റെ കൽപ്പന അവരുടെ അനുമതിയില്ലാതെ ലംഘിക്കാൻ പ്രയാസമുണ്ടെന്ന് കക്കാട് മുഹമ്മദ് ഫൈസി മറുപടി നൽകുന്നു. പ്രത്യേക തീരുമാനമെടുക്കാതെ സദസ്സ് പിരിയുന്നു. 2004 ജൂലൈ പിന്നെയും കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം ത്വരീഖത്ത് സേവനവും സംഘടനാ ബന്ധവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ച് കക്കാട് മുഹമ്മദ് ഫൈസി സമസ്തയ്ക്ക് രേഖാമൂലം കത്ത് സമർപ്പിക്കുന്നു. 2004 ജൂലൈ കക്കാട് മുഹമ്മദ് ഫൈസി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദസൂഖിയ ബർഹാമിയ ത്വരീഖത്തുമായി സമസ്തയ്ക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അതുമായി എല്ലാവരും വിട്ടുനിൽക്കണമെന്നും മുഷാവറ യോഗം തീരുമാനിച്ചു. വസ്തുത ഇതായിരിക്കെ ഈയിടെ 2008 ജനുവരിയിൽ കാന്തപുരം മൊഴിഞ്ഞു പറയുന്നത് ലോകം കേൾക്കുന്നു. അത് അദ്ദേഹം ഈ ത്വരീഖത്ത് ആരംഭിച്ച സമയം, അത് അദ്ദേഹം ഈ ത്വരീഖത്ത് ആരംഭിച്ച സമയം, ഈ ത്വരീഖത്ത് ആരംഭിച്ച സമയം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഷെയ്ഖിനെ സംബന്ധിച്ച് എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് അഭിപ്രായം പറയേണ്ടതില്ലല്ലോ, നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് നമുക്ക് ഒന്നായി ഇരിക്കാം എന്ന് പറയുകയും ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റു പണ്ഡിതന്മാരും കൂടി ഇരുന്ന് വ്യക്തമായതിന്റെ ശേഷമാണ് ഞങ്ങൾ
അദ്ദേഹത്തിന് തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാകുന്നതിന്റെ മുമ്പ് തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങളും മുമ്പ് അദ്ദേഹത്തിന് കേട്ടിട്ട് പോലുമില്ലല്ലോ. അപ്പൊ കേൾക്കാത്ത ഒരാളെ പുതുതായി കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തെറ്റുണ്ടോ ഇല്ലേ എന്ന് പറയാൻ നമുക്ക് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തതിന് ശേഷം നമുക്ക് അത് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ ശൈഖിനെ അംഗീകരിച്ചു എന്ന് അതിന് അർത്ഥമില്ല. ഹക്കൊക്കെ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും. ആരംഭകാലത്ത് എന്നോട് ചോദിച്ചു, പിന്നെ 6.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇരുന്നത്. അതിന്റെ പേരിലാണ് ഞങ്ങൾ പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ചയ്ക്കിരുന്നത്. ഈ 6.5 കൊല്ലം ഇരുന്നിട്ടില്ലല്ലോ. ഏതായാലും ഈ 6.5 കൊല്ലത്തിന്റെ ഉള്ളിലല്ലേ എനിക്ക് ടിക്കറ്റ് തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഏതെങ്കിലും ഒരു തത്വദീക്ഷ വേണ്ട ഈ വിഷയത്തിലൊക്കെ. ശരി, അതിലൊന്നും വിഷയം വലിയ ഗൗരവമുള്ളതല്ല. അപ്പൊ എതിർത്തിട്ടുണ്ട് അന്നെ എന്ന് പറഞ്ഞിട്ട് എന്താക്കണ്ട, ഒരിക്കലും ജനങ്ങളെ കബളിപ്പിക്കണ്ട. അക്കാലത്ത് എതിർത്തിട്ടില്ല. പക്ഷെ ഇപ്പോഴും എതിർത്തതില്ല വിഷമം. ഇനി ഏറ്റവും രസാവഹമായ ഒരു സംഭവം, വല്ലാത്ത വേദനയുള്ള ഒരു സംഭവം എന്താണെന്നറിയോ? ചർച്ചയ്ക്ക് വിളിച്ചു. ആ പറഞ്ഞത് പ്രകാരം ശരിയാണ്. മർക്കസിന്റെ 512-ാം റൂമിൽ ഈ വിനീതൻ ചെന്നിരുന്നു. എ.പി. ഉസ്താദ് ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ പേരോടും എല്ലാവരും ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചതിനൊക്കെ എന്റെ ഷെയ്ഖ് ഹഖാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് മാത്രമുള്ള എല്ലാവിധ തെളിവുകളും എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ വിടാൻ തയ്യാറുണ്ടോ? ഇതായിരുന്നു ചോദ്യം. എന്നല്ലാതെ തരീഖത്ത് ഹക്കാണോ അല്ലേ എന്ന മൗലികമായ ഒരു പഠനമല്ല. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് നിങ്ങളുടെ തരീഖത്തിന്റെ ഷെയ്ഖിന്റെ കിതാബിൽ ഇന്ന തെറ്റുകളുണ്ട് കക്കാടെ. ഞങ്ങളേതായാലും കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കിതാബ് പഠിച്ചിട്ടുണ്ട്. കക്കാടെ ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അല്ലാഹുവാണ് സത്യം. വളരെ ഗൗരവത്തോടുകൂടി പറയുന്നു. ഒരക്ഷരം അന്ന് തരീഖത്ത് പ്രചാരണം നിർത്തിവെക്കുക എന്നതല്ലാതെ ഞാൻ ഷെയ്ഖിനെ വിടുക എന്ന ചർച്ച വന്നിട്ടില്ല. എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. 10-14 പണ്ഡിതന്മാർ ഒന്നിച്ച് കളവ് പറയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എ.പി. ഉസ്താദ് എന്ന മഹാത്മാവ് ആ ചർച്ചയിൽ എന്നോട് ചോദിച്ചതാണ്, കക്കാടെ ഇവിടെ ആളുകളെ കൂട്ടി നിങ്ങൾ ഒരു തരീഖത്തിന്റെ ആളായി, വേറെയുള്ളവർ വേറെ തരീഖത്തിന്റെ ആളായി, അതൊക്കെ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ വലിയ വിഷമം സൃഷ്ടിക്കും. നിങ്ങൾ കൊടുക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും കൂടുന്നതും ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ഇതായിരുന്നു ചർച്ച. വല്ലാഹിൽ ആളീം ഇതായിരുന്നു ചർച്ച. അതിന്റെ തെളിവെന്താണ്? 10-12 പണ്ഡിതന്മാർ ഒരിക്കലും ഒന്നിച്ച് കളവ് പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും വീഡിയോ ഇന്റർവ്യൂ നടത്തട്ടെ, ജനങ്ങൾ അറിയട്ടെ ഇതിന്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ നിർത്തണമെങ്കിൽ ഒരു ഷെയ്ഖ് എനിക്ക് തന്നിട്ടുള്ള ഒരു കാര്യം നിർത്തണമെങ്കിൽ ഷെയ്ഖിന്റെ സമ്മതം വേണം. ഷെയ്ഖിന്റെ സമ്മതം ഞാൻ വാങ്ങിത്തരാൻ എന്നാങ്ങൾ നിർത്തുവോ? 12 ആള് കേട്ടതാണ്, അക്കണ്ട പണ്ഡിതന്മാരൊക്കെ കേട്ടതാണ്. ഞാൻ മിസ്റിൽ പോയിട്ട് ഷെയ്ഖിനെ കണ്ട് ഷെയ്ഖിനോട് അനുവാദം വാങ്ങിത്തരാ. പ്രചാരണ പ്രവർത്തനങ്ങൾ തൽക്കാലം നമ്മുടെ രാജ്യത്തെ അവസ്ഥ വെച്ച് നിങ്ങൾ നിർത്തിവെക്കണം. ഷെയ്ഖ് സമ്മതം തന്നാലോ? റെഡി. ഞാൻ പറഞ്ഞു റെഡി. ഇത് നടന്നതല്ലേ ചർച്ച. ഷെയ്ഖ് എന്നോട് പറയാണ്, നീ വ്യക്തിപരമായി കൊണ്ടുവന്ന് വേറെ ആരോടും പറഞ്ഞു കൊടുക്കണ്ട, ഞാൻ ഒഴിവാക്കും. ആ രൂപത്തിൽ ഒഴിവാക്കും. ഷെയ്ഖ് പറഞ്ഞ മാതിരി. എന്നാ ഞാൻ പോയിക്കോളാം. എ.പി. ഉസ്താദ് പരസ്യമായി പൊന്മള ഉസ്താദും എല്ലാവരും ഉള്ള യോഗത്തിൽ വെച്ച് പറഞ്ഞതാ. എന്തിപ്പോ അത് പറയുന്നില്ല ആരും? അന്നപ്പോ ഞാൻ പറഞ്ഞു വളരെ നല്ലത്, എന്നാ അങ്ങനെ തീരുമാനാക്കാം. അപ്പോഴ് ഷെയ്ഖിലും തരീഖത്തിലും മൗലികമായ കുറ്റങ്ങൾ കണ്ടെത്തിയ ചർച്ച അല്ല അത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം. അപ്പൊ ബുദ്ധിമാനായ എ.പി. ഉസ്താദ് പറഞ്ഞു, ശരി കക്കാടെ, ഞാൻ പോയി വരുന്നത് വരെ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇതൊന്ന് നിർത്തിവെക്കണം പ്രചരണം. ഹക്ക് ഞാൻ പറയും, മരിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് പറയും, ഒന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. അപ്പോഴാണ് എ.പി. ഉസ്താദ് പറഞ്ഞത്, ഞാൻ പോയി വരുന്നത് വരെ തൽക്കാലം നിങ്ങളൊന്ന് നിർത്തിവെക്കണം. ഞാൻ പറഞ്ഞു, ഉസ്താദ് 15 ദിവസത്തേക്ക് എന്ന് പറയാ. കാരണം 2 ആഴ്ച കൊണ്ട് പോയി വരാലോ വിസക്ക്. അന്ന് ഞാൻ പറഞ്ഞു വിസ വളരെ എളുപ്പമാണ്, എത്രയും പെട്ടെന്ന് പോയി വരാം. ഒരു 15 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ഞാൻ നിർത്തിവെച്ചോളാം മസ്ലഹത്തിന് വേണ്ടി. ഞാൻ നിർത്തിവെക്കാന്ന് പറഞ്ഞാൽ തരീഖത്തിന്റെ പ്രചാരണം നിർത്തിവെക്കാം. ഇത് ഈ 12 ആളുകൾ ഉലമാക്കൾ കേട്ടതല്ലേ. ഇന്റർവ്യൂ നടത്തട്ടെ, ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല എന്ന് എല്ലാവരും പറയട്ടെ. അപ്പൊ രണ്ടാലൊന്ന് തീരുമാനാകൂ. അപ്പോഴാണ് പൊന്മള ഉസ്താദ് അതിവിദഗ്ധമായി എഴുന്നേറ്റ് പറഞ്ഞത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. കക്കാട് ഒരു ഷെയ്ഖിനെ സ്വീകരിച്ച് അത് നിർത്തിവെക്കണോ, അല്ലെങ്കിൽ അതിന്റെ മര്യാദകൾ പറയാൻ എ.പി. ഷെയ്ഖിന്റെ അടുത്തേക്ക് മിസ്റിൽ പോവുക, പിന്നെ വേറെ ഏതെങ്കിലും ഒരാൾ ബഗ്ദാദിൽ നിന്ന് വേറൊരു ഷെയ്ഖിനെ കൊണ്ടുവരിക, ആ ഷെയ്ഖിനെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയാൻ എ.പി. ഉസ്താദ് അവിടെ പോവുക. അവിടെ വെച്ച് ഈ വിനീതം പറഞ്ഞു, എങ്കിൽ പിന്നെ എതിർപ്പ് ഒഴിവാക്കണം. കാണാൻ പോകാനും പറയാൻ പോകാനും ഒന്നും തയ്യാറല്ലെങ്കിൽ നിങ്ങൾ എതിർക്കരുത്. ഞാൻ സംഘടന ഉപയോഗപ്പെടുത്തിയിട്ടില്ല. 6.5 കൊല്ലം ഏതെങ്കിലും ഒരു വേദിയിൽ ഞാൻ തരീഖത്തിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടില്ലല്ലോ. ദസൂഖിയ തരീഖത്തിനെ കുറിച്ച് പ്രചരിപ്പിച്ചിട്ടില്ലല്ലോ. ഞാൻ
എങ്കിൽ പിന്നെ ഇത് അവിടെ വെച്ച് പറഞ്ഞ് പിരിയാണ് ചെയ്തത്. ഇത് പറഞ്ഞ് പിരിയാണ് ചെയ്തത്. എല്ലാവർക്കും അതറിയാം. മൗലികമായി തരീഖത്തിന്റെ കാര്യത്തിലായിരുന്നില്ല. അതിൽ പേരോട് ചോദിച്ചു ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഷെയ്ഖിന് താടി